നമസ്കാരം, മാന്നാർ ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് മാന്നാർ ക്രാഫ്റ്റിൻ്റെ ഏറ്റവും ടോപ്പ് സെല്ലിംഗ് ആയിട്ടുള്ള ബ്രോൺസ് കടായിയെ പറ്റിയാണ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ബ്രോൺസ് കടായി എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് ഒക്കെ ആയിരിക്കും നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നത്, അത് മാറ്റിയിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ബ്രോൺസ് കടായി യൂസ് ചെയ്യണം, അതുപോലെ തന്നെ ഏതൊക്കെ സൈസ് ബ്രോൺസ് കടായി നമുക്ക് അവൈലബിൾ ആണ്, അതിൻ്റെ വെയിറ്റ് എത്രയാണ്, അത് ആദ്യമായിട്ട് വാങ്ങുമ്പോൾ എന്ത് ചെയ്യണം, അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അതെങ്ങനെ ക്ലീൻ ചെയ്യണം, ഇതുപോലുള്ള ബ്രോൺസ് കടായിയെ പറ്റി ഫുൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നതാണ്. മാന്നാർ ക്രാഫ്റ്റിൻ്റെ ഈ ബ്രോൺസ് കടായി ഏകദേശം നമുക്കൊരു 4 സൈസായിട്ടാണ് നോർമലി അവൈലബിൾ ആവുന്നത്. അതിന് മുകളിലൊക്കെ വേണമെങ്കിൽ നമുക്ക് കസ്റ്റമറിന് ഇപ്പം കസ്റ്റം മെയ്ഡൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്, ഇപ്പോൾ ആവശ്യമൊക്കെ അനുസരിച്ച്. അപ്പോൾ ഈ 4 സൈസ് വരുന്നത് 8 ഇഞ്ച്, 9 ഇഞ്ച്, 10 ഇഞ്ച്, 12 ഇഞ്ച്. ഈ ഇഞ്ച് എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ആണ്. അത് 8 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1.5 kg അറൗണ്ട് വരുന്നതാണ്. ഇപ്പോൾ ഒരു 9 ഇഞ്ച് എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു 1.75 ഒക്കെ വരും. 10 ഇഞ്ച് എന്നൊക്കെ പറയുമ്പോൾ ഒരു 2 to 2.5 ആ ഒരു റേഞ്ചിലൊക്കെ നിൽക്കുന്നതാണ്. 12 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 3.25, 3.5. കാരണം നമ്മൾ ഈ ഹാൻഡിക്രാഫ്റ്റ് ആണ്, അപ്പോൾ കറക്റ്റ് ഒരു വെയിറ്റ് തന്നെ നിൽക്കത്തില്ല, ഒരു വെയിറ്റ് ഒരു വ്യത്യാസം കാര്യങ്ങളും ഒക്കെ കാണുന്നതാണ്. ഇത് നമ്മുടെ ആവശ്യം എന്താണ്, അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു പോർഷൻ കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നിങ്ങളിപ്പം ഒരു ബ്രോൺസ് കടായി വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു 8 ഇഞ്ചിൻ്റെ ഒക്കെ മതി. ചെറിയ എന്തെങ്കിലും ഒരു കറി ഒരു നേരത്തേക്കുള്ള പോർഷനൊക്കെ ഉണ്ടാക്കാനാണ്. അതല്ല നിങ്ങൾക്ക് ഇത്തിരി കൂടെ വലുതായിട്ടാണ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് 10 ഇഞ്ചോ അല്ലെങ്കിൽ 12 ഇഞ്ചോ ഒക്കെ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഏതാണോ നമുക്ക് വാങ്ങാവുന്നതാണ്. നമുക്ക് ഓരോ കടായിയുടെ ഓരോ സൈസ് കടായിയുടെയും നമുക്ക് എത്ര വെയിറ്റ് ഉണ്ട്, എത്രയാണ് ഡയമീറ്റർ നമ്മൾ ഉദ്ദേശിക്കുന്നത് എത്രയാണ്, അതുപോലെ തന്നെ കപ്പാസിറ്റി എത്രയാണ് എന്നൊക്കെയുള്ള നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഇത് 8 ഇഞ്ച് ഡയമീറ്റർ ഉള്ള ബ്രോൺസ് കടായിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റ് അത് 8 ഇഞ്ച് ഉണ്ടോ എന്നൊക്കെ കറക്റ്റ് നോക്കാം. നമുക്ക് ഇത് കണ്ടില്ലേ, ഇത് 8 ഇഞ്ച് ഡയമീറ്റർ ഉണ്ട്, അതായത് 20 സെൻറ്റിമീറ്ററോളം ഇതിൻ്റെ ഡയമീറ്റർ ഉണ്ട്. ഹാൻഡിൽ എത്ര ഉണ്ടോ നമുക്കൊന്ന് നോക്കാം. ഇത് കണ്ടില്ലേ, 2 ഇഞ്ച് ഹൈറ്റോളം ഈ ഹാൻഡിലുണ്ട്. നമുക്കിനി ഇതിന് എത്ര വെയിറ്റ് ഉണ്ടോ നമുക്ക് നോക്കാം. ഇത് ഏകദേശം 1.25 കിലോളം വെയിറ്റ് ഉണ്ട്. ചെറിയ വെയിറ്റൊക്കെ ഡിഫറൻസ് ഒക്കെ വരും, എന്നാലും ഏകദേശം 1.25 kg ഇതിന് വെയിറ്റ് വരുന്നതാണ്. അപ്പോൾ ഈ 8 ഇഞ്ചുള്ള കടായിൽ നമുക്ക് എത്ര കപ്പാസിറ്റി വെള്ളം കൊള്ളും എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പം 1 ലിറ്ററിൻ്റെ ഒരു കപ്പാണിത്. ഏകദേശം 1 ലിറ്റർ, ഒരു കുറച്ചുകൂടെ 1.25 കൊള്ളുമായിരിക്കും. ഏകദേശം ഒരു 1 ലിറ്ററാണ് ഇതിൻ്റെ അകത്ത് കൊള്ളുന്ന കപ്പാസിറ്റി. ഇത് 9 ഇഞ്ച് ഡയമീറ്റർ ഉള്ള കടായിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് കറക്റ്റ് 9 ഇഞ്ച് തന്നെ ഉണ്ടോ എന്ന്. യെസ്, ഇത് 9 ഇഞ്ച് ഉണ്ട്. ഏകദേശം ഒരു 23 സെൻറ്റിമീറ്ററാണ് ഇതിന് വരുന്നത്. നമുക്കിതിൻ്റെ ഹാൻഡിൽ എത്ര ഉണ്ടെന്ന് നോക്കാം. ഹാൻഡിൽ ഏകദേശം ഒരു 4.5 സെൻറ്റിമീറ്റർ, അതായത് ഏകദേശം 2 ഇഞ്ച് തന്നെ ഹൈറ്റ് ഇതിൻ്റെ ഹാൻഡിലിനുണ്ട്. നമുക്കിതിൻ്റെ വെയിറ്റ് കറക്റ്റ് എത്രയാണെന്ന് നോക്കാം. ഏകദേശം ഒരു 1.8 kg, ഒരു 1.25 കിലോയ്ക്ക് അടുത്തൊക്കെ ഇതിൻ്റെ വെയിറ്റ് വരുന്നതാണ്. 9 ഇഞ്ച് ഡയമീറ്ററുള്ള ഈ കടായിൽ എത്ര കപ്പാസിറ്റി വെള്ളം കൊള്ളുമെന്ന് നമുക്ക് നോക്കാം. ഇത് 1 ലിറ്ററുള്ള ഒരു കപ്പാണിത്. അപ്പോൾ 1 ലിറ്റർ കൊണ്ടു, ഇത് 1/2 ലിറ്ററുള്ളൊരു കപ്പാണിത്. ഏകദേശം 1.5 ലിറ്ററോളമാണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ ഒരു 9 ഇഞ്ചുള്ള ഒരു കടായിക്ക് 1.5 ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഇത് 10 ഇഞ്ച് ഡയമീറ്റർ ഉള്ള കടായിയാണ്. അപ്പോൾ നമുക്കിത് 10 ഇഞ്ച് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. യെസ്, ഇത് 10 ഇഞ്ചിനെക്കാട്ട് ഒരു സ്വല്പം കൂടുതലുണ്ട്. ഇത് ഏകദേശം ഒരു 26.5 ഇതുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഹാൻഡിലും കൂടി ഒന്ന് നോക്കാം. ഹാൻഡിലും 2 ഇഞ്ച് തന്നെയാണ് ഇതിൻ്റെ ഹാൻഡിൽ വരുന്നത്. ബേസൊക്കെ തന്നെ ഫ്ലാറ്റ് തന്നെയാണ് ഇത് വരുന്നത്. നമുക്കിതിൻ്റെ വെയിറ്റ് കൂടി ഒന്ന് നോക്കാം. 2.1 ഉണ്ട്, ഏകദേശം 2 കിലോ. അതിനോട് അനുബന്ധിച്ചിട്ടൊക്കെയുള്ള വെയിറ്റ് ആയിരിക്കും ഇത് വരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. ബ്രോൺസ് കറക്റ്റ് നമുക്ക് വെയിറ്റ് ഒരിക്കലും കിട്ടത്തില്ല, ചെറിയ വ്യത്യാസമൊക്കെ വരും. എന്നാൽ അറൗണ്ട് 2 kgക്ക് അടുത്തൊക്കെ വെയിറ്റ് കാണുന്നതാണ്. 10 ഇഞ്ച് കടായിക്കകത്ത് നമുക്ക് എത്ര കപ്പാസിറ്റി കൊള്ളുമെന്ന് നോക്കാം. ഇത് 1 ലിറ്ററുള്ള ഒരു കപ്പാണ്. 2 ലിറ്റർ ഫുള്ളി കൊള്ളുന്നതാണ്. ഒരു 1/2 ലിറ്ററും കൂടി ഒഴിച്ച് നോക്കാം. 2.5 ലിറ്റർ, 2.5 വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് കൊള്ളും. 2.5, 2.25 ഏകദേശം അറ്റം വരെ ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 3 ലിറ്റർ തന്നെ കൊള്ളും വേണമെങ്കിൽ. ഇത് ഏറ്റവും വലിയ സൈസാണ്, നമ്മുടെ 12 ഇഞ്ച് ഡയമീറ്ററോളം വരുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് എന്ത് മെഷർമെൻറ്റ് കറക്റ്റ് 12 ഇഞ്ചൊക്കെ ഉണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. യെസ്, ഇത് ഏകദേശം ഒരു 12 ഇഞ്ച് 31 സെൻറ്റിമീറ്ററോളം ഇതിൻ്റെ ഡയമീറ്റർ ഉണ്ട്. ഇനി നമ്മുടെ ഹാൻഡിൽ എത്ര ഹൈറ്റ് ഉണ്ട് നമുക്ക് നോക്കാം. യെസ്, ഏകദേശം ഒരു 2 ഇഞ്ച് തന്നെയാണ് ഇതിൻ്റെ ഹാൻഡിലിൻ്റെ ഡയമീറ്റർ. ഇതിൻ്റെ ബേസൊക്കെ നല്ല ഫ്ലാറ്റൊക്കെ തന്നെയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബേസ് എത്ര വേണമെന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കിയേക്കാം. ബേസ് എത്ര
ഇഞ്ച് ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 12 സെൻറ്റിമീറ്ററോളം ഇതിൻ്റെ ബേസ് ഉണ്ട്. നമുക്കിതിന് വെയിറ്റ് എത്ര ഉണ്ടെന്ന് നോക്കാം. ഒരു 3.5 കിലോയ്ക്കൊക്കെ അടുത്ത് അറൗണ്ട് ഒരു 3.25-3.5, കറക്റ്റ് നിങ്ങൾ 3.5 വെക്കേണ്ട, പലതിനും പലതായിരിക്കും. ഒരു 3.25 കിലോ 3.5 കിലോയ്ക്കൊക്കെ അടുത്തായിരിക്കും ഇതിൻ്റെ റേഞ്ച് സാധാരണ നോർമലി വരുന്നത്. 12 ഇഞ്ച് കടായിയാണിത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എത്ര കപ്പാസിറ്റി കൊള്ളുമെന്ന് നമുക്ക് നോക്കാം. ഇത് 1 ലിറ്ററുള്ളൊരു മെഷറിങ് കപ്പാണ്. 1 ലിറ്റർ കൊണ്ടു, 2 ലിറ്റർ, 3 ലിറ്റർ കൊള്ളും, 4 ലിറ്റർ കൊള്ളുമോ നമുക്ക് നോക്കാം. യെസ്, 4 ലിറ്ററും കൊള്ളും. വേണമെങ്കിൽ തുളുമ്പി നിന്നാൽ വേണമെങ്കിൽ 4.5ഓളം ഇതിൻ്റെ അകത്ത് കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഒരു 4 ലിറ്ററോളം ഇതിൻ്റെ അകത്ത് 12 ഇഞ്ച് ഡയമീറ്ററുള്ള ഒരു കടായിക്കകത്ത് നമുക്ക് വെള്ളം കൊള്ളുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള വെയിറ്റ്, കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആയെന്ന് തോന്നുന്നു. കാരണം നമുക്ക് ഇപ്പം നമ്മുടെ റിവ്യൂസൊക്കെ എടുത്ത ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കമൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ച കടായി ചെറുതായിപ്പോയി, ഞാൻ വാങ്ങിച്ച കടായി വലുതായിപ്പോയി, എനിക്ക് ഇത്രയും ചെറുതല്ലായിരുന്നു, എനിക്ക് ഇത്രയും കൂടെ വലുതാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷ്ടംപോലെ കമൻറ്റ്. അതിനാണ് നമ്മൾ കറക്റ്റായിട്ട് ഈ വെയിറ്റ് ഒക്കെ ഇല്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ ഡയമീറ്ററൊക്കെ കാണിച്ച് ചിലരൊക്കെ എബ്രോഡ് കൊണ്ടുപോകും. അപ്പോൾ എബ്രോഡ് കൊണ്ടുവന്നവർക്ക് എന്താ കറക്റ്റ് ആ വെയിറ്റ് ഇറങ്ങിയാലേ അവർക്ക് പാക്കിങ്ങിനകത്തൊക്കെ ഉൾപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനൊക്കെയാണ് നമ്മൾ ഈ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞത്. നമ്മൾ ഈ സ്ഥിരം നമ്മൾ കേൾക്കാറുള്ള ഒരു പല്ലവിയാണ്, എന്തിനാണ് ഞാൻ ബ്രോൺസ് യൂസ് ചെയ്യുന്നത്? ബ്രോൺസ് പോലത്തുള്ള കുക്ക് വെയർ ഇല്ലെങ്കിൽ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള കുക്ക് വെയറും കാര്യങ്ങളും ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് നോൺ സ്റ്റിക്കാണ്, ഇല്ലെങ്കിൽ അലൂമിനിയം ആണ്, സ്റ്റീലാണ്, ഇതൊക്കെ മാറ്റിയിട്ട് എന്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ബ്രോൺസ് കടായിലോട്ട് കാരണം ബ്രോൺസ് കടായി പറഞ്ഞില്ലോ, നമുക്കൊരു നോൺ സ്റ്റിക്കൊക്കെ ഇപ്പോൾ ഒരു കടായി ഇല്ലെങ്കിൽ ഒരു എന്ന് പറഞ്ഞാൽ എത്ര 500 രൂപ ഇല്ലെങ്കിൽ ഒക്കെ രൂപ വരത്തുള്ളൂ. ഇത്രയും കോസ്റ്റ് ആയിട്ടുള്ള എന്തിനാണ് കടായി ഞങ്ങൾ വാങ്ങണ്ടേ എന്ന് ചോദിക്കാറുണ്ട്. അതിന് ഒരു 3 റീസൺസ് നമുക്കുണ്ട്. അപ്പോൾ ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ബ്രോൺസ് കുക്ക് വെയർ നിങ്ങൾ വാങ്ങുമ്പോൾ അതൊരു ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നിങ്ങൾക്കിപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് വാങ്ങിച്ചു, നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 വർഷം ഇല്ലെങ്കിൽ 3 വർഷം ഇത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ടെഫ്ലോൺ കോട്ടിങ് ഇളകും. ടെഫ്ലോൺ കോട്ടിങ് പോയ സാധനം ഒരു കാരണവശാലും യൂസ് ചെയ്യില്ല. നോൺ സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതേ പ്രശ്നമാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതും കൂടെ ഇല്ലാത്ത സാധനമാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളും വരും. ഒരു ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നിങ്ങൾക്കത്. നമ്മുടെയൊക്കെ അമ്മമാരൊക്കെ എന്ന് പറഞ്ഞാൽ അവർ യൂസ് ചെയ്ത ഉരുളി നമ്മൾ ഇന്നത്തെ കാലത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് ജനറേഷൻസ് നിങ്ങൾക്ക് കൈമാറാവുന്ന പ്രൊഡക്റ്റാണ് ഈ ബ്രോൺസ് പോലത്തെ കുക്ക് വെയർ. അപ്പോൾ നിങ്ങൾ മറ്റേതിനൊരു 500 രൂപ മുടക്കുമായിരിക്കും. ഇതിപ്പോൾ മാറിയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 2000 രൂപ 2500 രൂപയ്ക്ക് ഒരു കടായിക്കോ ഇല്ലെങ്കിൽ നമ്മൾ മുടക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫുൾ ജനറേഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ബ്രോൺസ് കുക്ക് വെയർ പർച്ചേസ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ളൊരു കുക്ക് വെയർ ആണ് ബ്രോൺസ് കുക്ക് വെയേഴ്സ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നോൺ സ്റ്റിക്ക് ഒക്കെ യൂസ് ചെയ്ത് അതിൻ്റെ അകത്തുള്ള ടെഫ്ലോൺ കോട്ടിങ് നിങ്ങൾ ചുമ്മാ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ കാണും എത്രത്തോളം ശരീരത്തിന് കേടുണ്ട്. നിങ്ങൾക്ക് ക്യാൻസർ വരെ വരാൻ പറ്റും. നിങ്ങളുടെ ശരീരത്തെ വളരെയധികം ബാധിക്കുന്ന ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ടാകുന്ന സാധനങ്ങൾ ഈ ടെഫ്ലോൺ കോട്ടിങ് പോലുള്ള മെറ്റീരിയൽസ് ഇല്ലെങ്കിൽ അതുപോലുള്ള കുക്ക് വെയർസിനകത്തുണ്ട്. നമ്മൾ ഫുഡിൽ ഓർഗാനിക് ഫുഡൊക്കെ കഴിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ഒരിക്കലും കുക്ക് വെയറിൽ നോക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾ കൺസേൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലുള്ള ടെഫ്ലോൺ കോട്ടിംഗ് ഒക്കെ ഉള്ളത് പോലത്തെ ഒഴിവാക്കിയിട്ട് ഇതുപോലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ബ്രോൺസ് കുക്ക് വെയർ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. 3, ബ്രോൺസ് കടായി ഡീപ് ഫ്രൈയിങ്ങിന് ഏറ്റവും ബെസ്റ്റ് ആണ്. ബ്രോൺസ് കടായി ഇല്ലെങ്കിൽ ബ്രോൺസ് കുക്ക് വെയറിൻ്റെ ഒക്കെ നല്ല താഴത്തെ വശം നല്ല തിക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡീപ് ഫ്രൈയിങ്ങും കാര്യങ്ങൾക്ക് ഇപ്പോൾ നമുക്കിപ്പോൾ അലൂമിനിയം നോൺ സ്റ്റിക്ക്, ഇപ്പോൾ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ഡീപ് ഫ്രൈയിങ് പറ്റത്തില്ലെന്ന് വെച്ചാൽ നമ്മൾ ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ അതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ കെമിക്കൽസ് ഫോം ചെയ്യും, അത് ശരീരത്തിന് കേടാണ്. 2, സ്റ്റീലോ ഇല്ലെങ്കിൽ അലൂമിനിയം ആയിക്കോട്ടെ, നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ് ഇപ്പം അടി കത്തിപ്പോയി ഇല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ എന്നുള്ള രീതി നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ്. അപ്പോൾ ഡീപ് ഫ്രൈയിങ്ങിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു കുക്ക് വെയർ ആണ് ഇതുപോലുള്ള കടായിസ് അല്ലെങ്കിൽ ബ്രോൺസിൻ്റെ ഇതുപോലുള്ള കുക്ക് വെയർസ്. നമുക്ക് പുതിയതായിട്ട് ഒരു ബ്രോൺസ് കടായി നിങ്ങൾ പർച്ചേസ് ചെയ്തു, എന്താണ് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പണ്ട് പലരുടെ ഏറ്റവും വലിയ പേടിയാണ്. ഇപ്പോൾ ബ്രോൺസിൻ്റെ ഇപ്പം പണ്ടൊക്കെ ഉരുളി കാര്യങ്ങൾ ഇല്ലെങ്കിൽ ബ്രോൺസിൻ്റെ ഓടിൻ്റെ പാത്രങ്ങളൊക്കെ വാങ്ങുമ്പോൾ ആദ്യം സീസൺ ചെയ്യണം, മെരിക്കണം, അതൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെയാണ് പലരും അത് യൂസ് ചെയ്യാതിരുന്നത്. പക്ഷേ ഇന്ന് നമ്മുടെ ഇപ്പോൾ മാന്നാർ ക്രാഫ്റ്റിൻ്റെ ആയിക്കോട്ടെ ഇതുപോലുള്ള ഈ ബ്രോൺസ് കടായിന് പ്രീ സീസൺഡ് ആണ്. നിങ്ങൾക്ക് റെഡി ടു യൂസ്
യൂസാണ്. നിങ്ങൾക്ക് പുതിയതായിട്ടൊരു വാങ്ങിച്ചു കഴിഞ്ഞ് നല്ല രീതിയിൽ നിങ്ങൾ സാധാരണ ഒരു പാത്രം കഴുകുന്ന പോലെ ഒരു സോപ്പിട്ട് വൃത്തിയായിട്ട് അത് കഴുകിയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഒരു തരത്തിലുള്ള സീസണിങ്ങിനോ ഒരു കാരണമോ ആവശ്യമില്ല. ഇനി നമുക്ക് എങ്ങനെയാണ് ഇപ്പോൾ നമ്മളൊരു ഫുഡ് ഉണ്ടാക്കുമ്പോൾ കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്യേണ്ടതെന്നുള്ളത്. ഒന്ന്, നമ്മളിപ്പോൾ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ് ഉടൻ തന്നെ എടുത്ത് വാഷ് ചെയ്യാൻ നിൽക്കരുത്. കാരണം ഒന്ന് ചൂടൊക്കെ ഒന്ന് ആറിക്കഴിഞ്ഞിട്ട് ഇത് വാഷ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇത് ബ്രോൺസ് ആണ്, ഇതിൻ്റെ അത് കോപ്പർ ടിന്നൊക്കെ മിക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ അത് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളിപ്പം നല്ല രീതിയിൽ നിങ്ങളൊന്ന് എടുത്തു കഴിഞ്ഞ് ഒന്ന് കഴുകി വാഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു മോയ്സ്ചർ കണ്ടൻ്റ് ഉള്ള സ്ഥലങ്ങളിലും ഒന്നും വെക്കാതിരിക്കുക. ഇത് ഉടൻ തന്നെ ഒന്ന് തുടച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണക്കിയിട്ട് അത് നല്ല രീതിയിൽ പ്ലേസ് ചെയ്യാൻ നോക്കുക. ഇല്ലെങ്കിൽ ക്ലാവിൽ ഉള്ളതൊക്കെ ഇങ്ങനെ പിടിക്കുകയൊക്കെ കാര്യങ്ങൾ ചെയ്യും. നോർമലി നമ്മുടെ കസ്റ്റമേഴ്സ് ചോദിക്കുന്ന കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. അതിൽ മെയിൻ ചോദിക്കുന്നതാണ് ഇപ്പോൾ ബ്രോൺസ് പണ്ട് തൊട്ടേ പലരും പറയുന്നുണ്ട് ഈ ടിൻ കോട്ട് ചെയ്യണം, പൂശണം, അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന്. ആക്ച്വലി ബ്രോൺസ് എന്ന് പറഞ്ഞാൽ കോപ്പറും ടിന്നും പിന്നെ കുറച്ച് മിക്സും കൂടെ ഒക്കെ വരുന്ന ഒരു അലോയാണ്. അപ്പോൾ ഒരു കാരണവശാലും ടിന്ന് കോട്ട് ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. ഇപ്പോൾ ബ്രാസിലൊക്കെയാണ് ടിൻ കോട്ട് ചെയ്യണം എന്ന് പറയും. പക്ഷേ ബ്രോൺസിലൊരു കാരണവശാലും അതിൻ്റെ ആവശ്യമില്ല. കാരണം ഓൾറെഡി അതിൻ്റെ അകത്ത് ടിന്നുണ്ട്. അതുപോലെ തന്നെ പലരും ചോദിക്കാറുണ്ട് ഇപ്പോൾ ഈ ടാമറിൻ്റെ അല്ലെങ്കിൽ സിട്രിക് അല്ലെങ്കിൽ അസിഡിക് സബ്സ്റ്റൻസ് ഉള്ള ഫുഡ് ബ്രോൺസിൽ ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ബ്രോൺസ് കുക്ക്വെയർ, ഏത് ബ്രോൺസ് കുക്ക്വെയർ ആയിക്കോട്ടെ, നമുക്ക് കുക്ക് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റാണ്. എന്ത് സാധനവും നിങ്ങൾക്ക് കുക്ക് ചെയ്യാം. അതിപ്പം അസിഡിക്കുള്ള ആയിക്കോട്ടെ, വെജ് ആയിക്കോട്ടെ, നോൺ വെജ് ആയിക്കോട്ടെ, എനിത്തിങ് യു ക്യാൻ കുക്ക് ഇൻ ദാറ്റ്. പക്ഷേ കുറേ നേരം നിങ്ങൾ അതിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞ് കുറേ മണിക്കൂറുകളോളം അതിൽ സെർവ് ചെയ്ത് വെക്കാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഒരു അലോയാണ്. അപ്പോൾ അത് ചിലപ്പോൾ ഒരു കണ്ടൻറ്റൊക്കെ കയറിയിട്ട് ചിലപ്പോൾ ഒരു മിക്സ് ആയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ക്ലാവോ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഫുഡ് ചിലപ്പോൾ ചീത്തയാകാനൊക്കെയുള്ള കാര്യം അങ്ങനെയൊക്കെയുള്ള വരും. അതുകൊണ്ട് നിങ്ങൾ കുക്ക് ചെയ്യാൻ ഏറ്റവും ഇതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ന്യൂട്രീഷൻ കണ്ടൻറ്റിൻ്റെ ഏകദേശം ഒരു 3% മാത്രമേ ഇതിൻ്റെ അത് ലോസ് ആകുന്നുള്ളൂ. അതുകൊണ്ട് കുക്ക് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റാണ്. പക്ഷേ നിങ്ങൾ കുറേ നേരം സെർവ് ചെയ്ത്, കുറച്ച് നേരമൊക്കെ ഓക്കെയാണ്, കുറേ നേരം നിങ്ങൾ സെർവ് ചെയ്ത് ബ്രോൺസ് ഇതുപോലുള്ള കടായികളിൽ വെക്കാൻ പാടില്ല. പിന്നെ ചിലർ ചോദിക്കാറുണ്ട്, ഞങ്ങൾ ഇപ്പോൾ ഓൺലൈനായിട്ടാണല്ലോ ഇത് വാങ്ങുന്നത്, ഞങ്ങൾ കാണാതെ ഫിസിക്കലി കാണാതെ നിങ്ങൾക്ക് ആണല്ലോ വാങ്ങുന്നത്, ഇതിപ്പോൾ ഞങ്ങൾക്ക് കിട്ടുമ്പോഴത്തേക്ക് ഡാമേജ് ആവുകയാണെങ്കിൽ ഞങ്ങൾ എന്തോ ചെയ്യുമെന്ന്. ഒരു പേടിക്കേണ്ട, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്, ഉറപ്പായിട്ട് അത് റീപ്ലേസ് ചെയ്ത് തരുന്നതാണ്. ഈ മാന്നാർ ക്രാഫ്റ്റിൻ്റെ ബ്രോൺസ് കടായിയുടെ നിങ്ങളിലുള്ള ഡൗട്ടൊക്കെ മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ താഴത്തെ കമൻറ്റിൽ ചോദിച്ചാലും നമ്മൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങാവുന്നതാണ്. www.manarcraft.com ആണ് നമ്മുടെ വെബ്സൈറ്റ്. അതിൽ നിങ്ങൾക്ക് ഏത് സൈസാണോ വേണ്ടത് അവിടെ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റ് വഴി വാങ്ങുന്ന ബുദ്ധിമുട്ടാണ്, ഇല്ലെങ്കിൽ നമുക്ക് താഴെ കാണുന്ന നമ്മുടെ വാട്സപ്പ് നമ്പറുണ്ട്, നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇട്ട് തരുന്നത്. അതല്ല നിങ്ങൾക്ക് ഒന്ന് വന്ന് നേരിട്ട് കണ്ടെടുക്കണം എന്നുണ്ടെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ മാന്നാർ മുസ്ലിം പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് സ്റ്റോർ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് തന്നെ എടുക്കണം, നിങ്ങൾക്ക് ദൂരെയാണ് നിങ്ങളുടെ വീടെങ്കിൽ നിങ്ങൾ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വീഡിയോ കോളൊക്കെ ചെയ്ത് നമ്മൾ കാണിക്കുന്നതാണ്. നമുക്ക് ലോകത്തെവിടെയും ഡെലിവറി ഉണ്ട്. നമുക്ക് കൊറിയർ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന DTDC ആണ്. ഇന്ത്യ പോസ്റ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പം കൊറിയർ അവൈലബിൾ ആയിട്ടുള്ള ലോകത്തെവിടെയും നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഏതെങ്കിലും ഫാമിലിയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ഈ വീഡിയോ ഉപയോഗമാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യണം. നന്ദി, നമസ്കാരം.